ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മുണ്ടേൽ ഫ്ലെമിംഗ് മോഡലാണ്. 1960s റോബർട്ട് മുണ്ടേലും മാർക്കസ് ഫ്ലെമിങ്ങും കൂടി ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണിത്. ഈ ഒരു മോഡൽ ഇന്റർനാഷണൽ ട്രേഡിനെയും ഫിനാൻസിനെയും മാക്രോ എക്കണോമിക്സുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. It is an open economic version of ISLM model designed for a small open economy in the short run. ISLM മോഡലിൻ്റെ ഒരു ഓപ്പൺ എക്കണോമിക് വേർഷനാണ് മുണ്ടേൽ ഫ്ലെമിംഗ് മോഡൽ. രാജ്യങ്ങൾക്കിടയിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ക്യാപിറ്റൽ ഫ്ലോയും പരിഗണിച്ച് ട്രഡീഷണൽ ISLM മോഡലിനെ പുതുക്കിയാണ് ഇവർ ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത്. ഇത് ഷോർട്ട് റണ്ണിൽ സ്മോൾ ഓപ്പൺ എക്കണോമിക് ആയിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇവിടെ സ്മോൾ ഓപ്പൺ എക്കണോമി എന്നത് വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റും പ്രൈസിലും ഒന്നും സ്വാധീനം ചെലുത്താൻ പറ്റാത്ത എക്കണോമിയാണ് ഇവിടെ സ്മോൾ ഓപ്പൺ എക്കണോമി എന്ന് പറയുന്നത്. ഫോക്കസസ് ഓൺ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി, എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ക്യാപിറ്റൽ മൊബിലിറ്റി. സോ ഇവിടെ മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം, ഫിസ്ക്കൽ പോളിസി ധനനയം, എക്സ്ചേഞ്ച് റേറ്റ് വിനിമയ നിരക്ക്, ക്യാപിറ്റൽസ് മൊബിലിറ്റി മൂലധന പ്രവാഹം അല്ലെങ്കിൽ ഫ്ലോ, ക്യാപിറ്റൽ ഫ്ലോ. സോ ഇവയുടെ എല്ലാം ഇൻറ്ററാക്ഷനും പരസ്പര ബന്ധവുമാണ് ഈ ഒരു തിയറിയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ അനലൈസിങ് പോളിസി എഫക്റ്റീവ്നെസ് അണ്ടർ ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലും, ദാറ്റ് മീൻസ് സ്ഥിര വിനിമയ നിരക്കുള്ള വ്യവസ്ഥകളിലും, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിലും, ദാറ്റ് മീൻസ് മാറുന്ന നിരക്കുള്ള വ്യവസ്ഥകളിലും ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് വിച്ച് പോളിസി, ദാറ്റ് ആർ മോണിറ്ററി പോളിസി ഓർ ഫിസ്ക്കൽ പോളിസി ഇസ് മോർ എഫക്റ്റീവ് അണ്ടർ ഈച്ച് സിസ്റ്റം. ഓരോ വിനിമയ നിരക്ക് വ്യവസ്ഥയിലും, ദാറ്റ് ആർ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, ഇതിൽ പോളിസി ഏത് പോളിസിയാണോ, പണനയമാണോ ധനനയമാണോ, എത്രത്തോളം ഫലപ്രദമാണെന്ന് വിലയിരുത്താൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഫിസ്ക്കൽ പോളിസി എന്നത് ധനനയമാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കാനായിട്ട് ഗവൺമെൻറ് സ്പെൻറ്റും ടാക്സും എല്ലാം യൂസ് ചെയ്യുന്നതിനെയാണ് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി എന്നത് പണനയമാണ്. ദാറ്റ് മീൻസ് പണത്തിൻ്റെ ലഭ്യതയും പലിശ നിരക്കും നിയന്ത്രിക്കാനായിട്ട് കേന്ദ്ര ബാങ്ക്, ഇന്ത്യയിലാണെങ്കിലോ RBI സ്വീകരിക്കുന്ന നടപടികളാണ് മോണിറ്ററി പോളിസി. ഇത് നമ്മൾ നോക്കുന്നത് ഈ ഒരു തിയറിയുടെ കീ അസംഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് അസംഷൻ നമ്മൾ പറഞ്ഞ പോലെ സ്മോൾ ഓപ്പൺ എക്കണോമി. ദ എക്കണോമി കനോട്ട് ഇൻഫ്ലുവൻസ് വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിലും ഫിനാൻസിലും പങ്കെടുക്കുന്ന കൊണ്ടിട്ടാണ് ഇതിനെ ഓപ്പൺ എക്കണോമി എന്ന് പറയുന്നത്. സ്മോൾ എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് വ്യാപാരവും ഇൻട്രസ്റ്റും എല്ലാം വേൾഡ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നില്ല, ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്മോൾ എക്കണോമി എന്ന് പറയുന്നത്. അതായത് ഗ്ലോബൽ മാർക്കറ്റിനെ ഇൻട്രസ്റ്റ് റേറ്റും എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടിട്ടാണ് ഇവിടെ സ്മോൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നത് സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ന് പറയാം. സോ ആയിരിക്കും ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. ഇവിടെ സ്മോൾ ഓപ്പൺ എക്കണോമി എന്നത് പ്രൈസ് ടേക്കർ ആണ്, അല്ലാതെ പ്രൈസ് മേക്കർ അല്ല. സ്മോൾ ഓപ്പൺ എക്കണോമിക് എക്സാമ്പിളാണ് ന്യൂസിലൻഡ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയവയ്ക്ക് ഇതിന് എക്സാമ്പിളാണ്. അടുത്തൊരു അസംഷനാണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ മൂവ് ക്യാപിറ്റൽ അക്രോസ് കൺട്രീസ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻ ഓർ കോസ്റ്റ്. ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് ഈക്വൽസ് വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് I*, വേർ ഈക്വൽ ടു I*. ക്യാപിറ്റൽ അല്ലെങ്കിൽ മണി എന്നത് രാജ്യത്തിനപ്പുറം അക്രോസ് ബോർഡർ സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ലാഭം ലഭിക്കുന്ന രാജ്യത്തിൻ്റെക്ക് നിക്ഷേപകരെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ടും അവിടെ ക്യാപിറ്റൽസിന് മൂവ് ചെയ്തിട്ട് റെസ്ട്രിക്ഷൻസും കോസ്റ്റും ഒന്നും തന്നെ ഇല്ലാതെ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റും വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റും എന്നത് സെയിം ആണ്. അടുത്ത അസംഷൻ ഫിക്സഡ് പ്രൈസ് ലെവൽ. ഇൻ ഷോർട്ട് റൺ പ്രൈസ് ലെവൽ അറ്റ് ഹോം P ആൻഡ് അബ്രോഡ് P* ആർ അസ്യൂംഡ് കോൺസ്റ്റന്റ്. ഹോം കൺട്രിയിലെയും ഫോറിൻ കൺട്രിയിലെയും ഷോർട്ട് റണ്ണിൽ പ്രൈസ് എന്നുള്ളത് സെയിം ആണ്. സോ ഇവിടെ വില നിലവാരം അല്ലെങ്കിൽ പ്രൈസ് ലെവൽ എന്ന ഒരു ഇത് മാറ്റി നിർത്തിയാൽ ഇൻകത്തിനെയും ഇൻട്രസ്റ്റ് റേറ്റുമാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്.
അടുത്തൊരു അസംഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് റേറ്റ് റെജീംസ് ആണ്. ക്യാൻ ബി എയ്തർ ഫ്ലോട്ടിംഗ് ഓർ മാർക്കറ്റ് ഡിറ്റർമിൻഡ് ഓർ ഫിക്സഡ്. സെൻട്രൽ ബാങ്ക് മെയിൻറ്റെയിൻസ് എ സെറ്റ് റേറ്റ്. സോ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ രണ്ട് തരത്തിലുള്ള മോഡൽസ് ഉണ്ട്. ഒന്ന് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും ഒന്ന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ദാറ്റ് ഈസ് സ്വതന്ത്രമായിട്ട് നീങ്ങുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇവിടെ വാല്യൂ ഓഫ് കറൻസി എന്നത് മാർക്കറ്റിനെയും ഡിമാൻഡും സപ്ലൈയും അതിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഇടപെടുന്നില്ല. എക്സ്ചേഞ്ച് റേറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു? വാല്യൂ ഓഫ് കറൻസി എഗെയിൻസ്റ്റ് അനദർ കറൻസി. സോ ഇത് സാധ്യമാക്കാനായിട്ട് വിദേശ കറൻസീസ് അല്ലെങ്കിൽ ഫോറിൻ കറൻസീസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യേണ്ടി വരുന്നു. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം നോ ഇൻഡിപെൻഡന്റ് മോണിറ്ററി പോളിസി. അടുത്തത് നമ്മളിവിടെ നോക്കുന്നത് ഇതിൻ്റെ കമ്പോണൻസ് ആണ്. സോ ISLM മോഡലിൻ്റെ കൂടെ BP അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന കർവ് കൂടെ ഈ ഒരു മോഡലിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. ഇറ്റ് കമ്പെയിൻസ് ISLM ഫ്രെയിംവർക്ക് വിത്ത് അഡീഷണൽ BP ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ്. സോ ഇവിടെ ISLM മോഡൽ എന്നത് ഒരു ക്ലോസ്ഡ് എക്കണോമിയുടെ ഗുഡ്സ് ആൻഡ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. MF മോഡലിൽ BP എന്ന കർവ് കൂടെ ആഡ് ചെയ്ത് ഒരു ഓപ്പൺ എക്കണോമി ഇക്വിലിബ്രിയം ആയിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നു. സോ ഈ മൂന്ന് കർവിൻ്റെയും കമ്പോണൻസ് ചേർന്നിട്ടാണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. IS കർവ് ഇക്വിലിബ്രിയം മീൻസ് ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ് IS കർവ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു C ബ്രാക്കറ്റിൽ y മൈനസ് T പ്ലസ് ക്യാപിറ്റൽ I ഓഫ് സ്മോൾ I പ്ലസ് G പ്ലസ് NX ഓഫ് Y, E. NX നെറ്റ് എക്സ്പോർട്ട് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ഇൻകം ദാറ്റ് ഈസ് Y ആൻഡ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു എക്സ്ചേഞ്ച് റേറ്റ് E. ഡിപ്രിസിയേഷൻ ഇൻക്രീസസ് NX. Y എന്നത് നാഷണൽ ഇൻകം ആണ്. C എന്നത് കൺസപ്ഷൻ ആണ്. ബേസ്ഡ് ഓൺ ഡിസ്പോസിബിൾ ഇൻകം. Y മൈനസ് T എന്നത് കോസ്റ്റ് ആണ്. വേർ ക്യാപിറ്റൽ I ഓഫ് സ്മോൾ I എന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് റേറ്റ് I. G is the government expenditure and NX is the net export. ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ഇൻകവും മറ്റേത് എക്സ്ചേഞ്ച് റേറ്റും. നെഗറ്റീവ്ലി ഓൺ ഇൻകം Y. ആസ് ഇൻകം കൂടുമ്പോൾ ഇമ്പോർട്ട് കൂടുന്നു, അങ്ങനെ നെറ്റ് എക്സ്പോർട്ട് കുറയുന്നു. എന്നത് പോസിറ്റീവ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നു ഓൺ എക്സ്പോർട്ട് റേറ്റ് ടേൺസ് ടു കറൻസി ഡിപ്രിസിയേഷൻ. സോ IS കർവ് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണുള്ളത്. LM കർവ് ഇക്വിലിബ്രിയം ഇൻ ദ മണി മാർക്കറ്റ് വേർ M/P ഈക്വൽ ടു L ഓഫ് I, Y. M എന്നത് നാഷണൽ മണി സപ്ലൈ ആണ്. P എന്നത് പ്രൈസ് ലെവലാണ്. LM എന്നത് ഡിമാൻഡ് ഓഫ് മണിയാണ്. ഇത് ഇൻട്രസ്റ്റ് റേറ്റിനെയും ഇൻകത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. I എന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇത് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു L ആൻഡ് Y is the income, it's positively related to L. LM കർവ് മണി സപ്ലൈയും ഡിമാൻഡും തുല്യമാകുന്ന ഒരു സിറ്റുവേഷനാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് BP കർവാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NX ഓഫ് Y പ്ലസ് F ഓഫ് I ദാറ്റ് ഈസ് ഈക്വൽ ടു 0. Under perfect capital mobility, the BP curve becomes horizontal at I equal to I star, where NX of Y is the net export depends on income and F of Y എന്നത് നെറ്റ് ക്യാപിറ്റൽ ഫ്ലോ ആണ്. ഇത് ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. I greater than
ഐ സ്റ്റാർ ആണെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്ലോയും I സ്റ്റാർ ആണെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോയും ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ I സ്റ്റാർ ആണെങ്കിൽ BP കർവ് എന്നത് ഹൊറിസോണ്ടലായിട്ട് നിലനിൽക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് എക്സ്ചേഞ്ച് റേറ്റിൽ പോളിസിയുടെ എഫക്റ്റീവ്നെസ് ആണ്. അതിൽ ഫസ്റ്റ് നോക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതിൽ തന്നെ ഫിസ്ക്കൽ പോളിസി എങ്ങനെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ എക്സാമ്പിൾ എടുക്കാം. ഫിസ്ക്കൽ പോളിസിക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇൻക്രീസ്ഡ് G ഓർ റെഡ്യൂസ്ഡ് T, ദാറ്റ് ഈസ് സർക്കാർ ചെലവുകൾ കൂട്ടുന്നു. G എന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണ്. ആൻഡ് റെഡ്യൂസ്ഡ് T ടാക്സ് കുറയ്ക്കുന്നു. T ഡിനോട്ട് ചെയ്യുന്നത് ടാക്സ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ സർക്കാർ ചെലവുകൾ കൂട്ടുകയോ അല്ലെങ്കിൽ നികുതി കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ അതനുസരിച്ച് ഇൻകം കൂടുന്നു. അങ്ങനെ ഇൻകം കൂടുമ്പോൾ ക്യാപിറ്റൽ ഫ്ലോ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. അങ്ങനെ കറൻസി അപ്രിസിയേഷൻ കൂടുന്നു. കറൻസി അപ്രിസിയേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കയറ്റുമതി കൂടുന്നു. അങ്ങനെ നെറ്റ് എക്സ്പോർട്ട് കുറയുന്നു. നെറ്റ് എക്സ്പോർട്ട് കുറയുന്നതിൻ്റെ ഫലമായിട്ട് വരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. സോ സിംപിളി പറഞ്ഞാൽ ധനനയം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി ഉപയോഗിച്ച് സർക്കാർ ചെലവ് കൂട്ടിയാൽ ആദ്യം വരുമാനം കൂടും. പക്ഷേ കറൻസി അപ്രിസിയേഷൻ കൂടുന്നതോടെ കയറ്റുമതി കുറയുകയും വരുമാനത്തിന് ഇൻക്രീസ് ഇല്ലാതാവുകയും അത് മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നു. സോ ഇവിടെ ഫിസ്ക്കൽ പോളിസി എന്നത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ ഇൻഎഫക്റ്റീവ് ആണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് ആണ്. ഇവിടെ മോണിറ്ററി പോളിസിക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം പണവിതരണം വർദ്ധിപ്പിക്കാം. സോ ഇവിടെ LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പലിശ നിരക്ക് കുറയുന്നു. ദെൻ ക്യാപിറ്റൽ ക്യാഷ് ഫ്ലോ സംഭവിക്കുന്നു. ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. സോ അതനുസരിച്ച് കറൻസിയുടെ മൂല്യം കുറയുന്നു. ദാറ്റ് മീൻസ് കറൻസി ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ട് കയറ്റുമതി കൂടുന്നു. അങ്ങനെ വരുമാനം അല്ലെങ്കിൽ ഇൻകം കൂടുന്നു. സോ ഇവിടെ സിംപ്ലി പറഞ്ഞാൽ മോണിറ്ററി പോളിസിയിൽ പലിശ കുറയുകയും കറൻസി ഡിപ്രിസിയേഷൻ സംഭവിക്കുകയും കയറ്റുമതി കൂടുകയും ചെയ്യുന്നതിലൂടെ എക്കണോമിയിൽ വരുമാനം കൂടുന്നു. സോ മോണിറ്ററി പോളിസി എന്നത് ഒരു എഫക്റ്റീവാണ്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ മോണിറ്ററി പോളിസി എന്നത് എഫക്റ്റീവാണ്. സോ ജനറലി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ ഫിസ്ക്കൽ പോളിസി എന്നത് ഇൻഎഫക്റ്റീവും മോണിറ്ററി പോളിസി എന്നത് എഫക്റ്റീവുമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ഫിസ്ക്കൽ പോളിസിയുടെ എഫക്റ്റീവ്നെസ് ആണ്. സോ അതിനായിട്ട് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ സർക്കാർ ചെലവ് കൂട്ടുക അല്ലെങ്കിൽ നികുതി കുറയ്ക്കുക എന്നതാണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഇൻകവും ഇൻട്രസ്റ്റും കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് ക്യാപിറ്റൽ ഇൻഫ്ലോ സംഭവിക്കുന്നു. വിദേശത്തിലുള്ള ക്യാപിറ്റൽ നമ്മുടെ രാജ്യത്തിലേക്ക് കടക്കുന്നു. സോ മണി സപ്ലൈ എക്സ്പാൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഇൻകം കൂടുന്നു. സിംപ്ലി പറഞ്ഞാൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ സർക്കാർ എക്സ്പെൻസ് കൂട്ടിയാൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. സോ ക്യാപിറ്റൽ രാജ്യത്തിലേക്ക് എത്തും. അങ്ങനെ പണവിതരണം കൂടും. അതിലൂടെ LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇൻകം കൂടുന്നു. സോ ഇവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ഫിസ്ക്കൽ പോളിസി എന്നത് എഫക്റ്റീവാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് ആണ്. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു എന്നെടുക്കാം. സോ ഇതിൻ്റെ ഫലമായിട്ട് LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു അല്ലെങ്കിൽ താഴുന്നു. സോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ സംഭവിക്കുന്നു. നമ്മുടെ ക്യാപിറ്റൽ രാജ്യത്തിന് പുറത്തേക്ക് കടക്കുന്നു. അങ്ങനെ കറൻസി ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു. ഇതനുസരിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ സെൻട്രൽ ബാങ്ക് ഇടപെടുന്നു. അങ്ങനെ ബാങ്ക് ഫോറിൻ കറൻസി വിൽക്കുകയും ഡൊമസ്റ്റിക് കറൻസി വാങ്ങുകയും ചെയ്യുന്നു. മണി സപ്ലൈ
കുറയ്ക്കുന്നു. സോ LM എന്നത് പഴയ നിലയിലേക്ക് തിരികെ എത്തുന്നു. സോ വരുമാനത്തിന് മാറ്റമില്ലാതെ തുടരുന്നു. സിംപിളി പറഞ്ഞാൽ മണി സപ്ലൈ സെൻട്രൽ ബാങ്ക് കൂട്ടിയാൽ LM കർവ് ഷിഫ്റ്റ് ചെയ്യുകയും ക്യാപിറ്റൽ പുറത്തേക്ക് പോവുകയും ആ ടൈമിൽ റിസർവ് ബാങ്ക് ഇടപെട്ട് പണവിതരണം തിരിച്ചുപിടിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ LM കർവ് പഴയ നിലയിലേക്ക് വരുന്നു. സോ ഇതിൽ വരുമാനത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. അങ്ങനെ മോണിറ്ററി പോളിസി എന്നത് ഇവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ എഫക്റ്റീവ് അല്ലാതെ ആയി മാറുന്നു. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ഫിസ്ക്കൽ പോളിസി എന്നത് എഫക്റ്റീവാണ്. മോണിറ്ററി പോളിസി എന്നത് ഇൻഎഫക്റ്റീവാണ്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ ഫിസ്ക്കൽ പോളിസി എന്നത് ഇൻഎഫക്റ്റീവും മോണിറ്ററി പോളിസി എന്നത് എഫക്റ്റീവുമാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മുണ്ടേൽ ഫ്ലെമിംഗ് മോഡലാണ്. 1960s റോബർട്ട് മുണ്ടേലും മാർക്കസ് ഫ്ലെമിങ്ങും കൂടെ ഡെവലപ്പ് ചെയ്തൊരു മോഡലാണ്. ISLM മോഡലിനെ ഒരു ഓപ്പൺ എക്കണോമിക് വേർഷൻ ആക്കിയിട്ടാണ് ഇവർ മുണ്ടേൽ ഫ്ലെമിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്തത്. സോ രാജ്യങ്ങൾക്കിടയിലുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടും ക്യാപിറ്റൽ ഫ്ലോയും എല്ലാം പരിഗണിച്ചിട്ടാണ് ഇവർ ഈ ISLM മോഡലിനെ പുതുക്കി ഒരു മുണ്ടേൽ ഫ്ലെമിംഗ് മോഡൽ എന്ന് ഡെവലപ്പ് ചെയ്തത്. ഇതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിലും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിലും മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.